നമസ്കാരം. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഔദ്യോഗിക ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ജീവനക്കാർക്കും തങ്ങളുടെ സർവീസ് ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ അവധികളെടുക്കാതെ സർക്കാർ സേവനം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. അതിനാലാണ് എല്ലാ ജീവനക്കാർക്കും പ്രയോജനപ്പെടുന്ന ഒരു വിഷയം അവധിച്ചട്ടങ്ങൾ അഥവാ ലീവ് റൂൾസ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. കേരള സർവീസ് റൂൾസിൻ്റെ 61 മുതൽ 124 വരെയുള്ള ചട്ടങ്ങളിലാണ് വിവിധ തരം അവധികളെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. ലീവിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യം അത് മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിതാണ്: ലീവ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് റൈറ്റ്. അതായത് ലീവ് ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ്റെ അവകാശമായി കണക്കാക്കാൻ കഴിയില്ല. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ മേലധികാരിക്ക് ഒരു ലീവ് അപേക്ഷ നൽകുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ ആ ലീവ് നിരസിക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ നൽകിയ ഒരു ലീവ് വെട്ടിച്ചുരുക്കാനുള്ള അധികാരവും ആ മേലധികാരിക്ക് ഉണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അവധികൾ എത്ര തരം എന്ന് നോക്കാം. അവധികൾ പ്രധാനമായും 2 തരമാണുള്ളത്. ഒന്ന് സാധാരണ അവധി അഥവാ ഓർഡിനറി ലീവ്, അടുത്തത് സ്പെഷ്യൽ ലീവ് അഥവാ പ്രത്യേക അവധികൾ. ഇതിൽ സാധാരണ അവധിയിൽ ഏതൊക്കെ ലീവുകൾ ഉൾപ്പെടുമെന്ന് നോക്കാം. ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, ലീവ് നോട്ട് ഡ്യൂ അഥവാ മുൻകൂർ അവധി, LWA അഥവാ ശൂന്യവേതനാവധി, സ്റ്റഡി ലീവ് എന്നിവയാണ് സാധാരണ അവധികളിൽ പെടുന്ന അവധികൾ. ഇനി സ്പെഷ്യൽ ലീവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാറ്റേണിറ്റി ലീവ്, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്, ഹോസ്പിറ്റൽ ലീവ് എന്നിവയാണ് സ്പെഷ്യൽ ലീവ്സ്. ഓരോ അവധികളെക്കുറിച്ചും വിശദമായി പറയുന്നതിന് മുൻപ് അവധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പൊതുവ്യവസ്ഥകൾ പറയാം. കുറച്ചു പേർക്കെങ്കിലുമുള്ള ഒരു സംശയമാണ്: ലീവ് തീരുന്നതിന് മുൻപ് ഒരാൾ ജോലിയിൽ തിരികെ പ്രവേശിച്ചാൽ അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ലീവ് കുറയ്ക്കേണ്ടതുണ്ടോ എന്ന്. ഉദാഹരണമായി, ഒരാൾ 90 ദിവസത്തേക്ക് അവധി എടുത്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു അവധി 80 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നാൽ ബാക്കി 10 എണ്ണം ആകെ ലീവിൽ നിന്നും കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് സംശയം. ഒരിക്കലുമില്ല. ആ 80 ലീവ് മാത്രം കുറച്ചാൽ മതിയാകും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, അവധിക്ക് അപേക്ഷിച്ചാൽ മേലധികാരിക്ക് വേണമെങ്കിൽ അവധി നിരസിക്കാമെന്നുള്ള അവകാശം ഉണ്ടായിരിക്കെ ആ അവധിയുടെ സ്വഭാവം മാറ്റാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. ഉദാഹരണമായി, എൻ്റെ ക്രെഡിറ്റിൽ EL ഉണ്ട്, CML ഉണ്ട്. അതായത് ഏൺ ലീവും ഉണ്ട്, കമ്മ്യൂട്ട് ലീവും ഉണ്ട്. ഇപ്പോൾ ഞാൻ CML എടുക്കാനാണ് ചെല്ലുന്നത്. അപേക്ഷയുമായി ചെല്ലുമ്പോഴാണ് മേലധികാരി പറയുന്നത്, ഇല്ല, നിങ്ങൾക്ക് CML തരില്ല, EL മാത്രമേ തരികയുള്ളൂ. ഇങ്ങനെ പറയാനുള്ള അവകാശമോ അധികാരമോ ആ മേലധികാരിക്കില്ല. അവധിയുടെ സ്വഭാവം മാറ്റുന്നതിനുള്ള അവകാശം ആരാണോ അവധിക്ക് അപേക്ഷിച്ചത് ആ ഉദ്യോഗസ്ഥന് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ലീവ് എടുക്കുമ്പോൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന 2 വാക്കുകളാണ് പ്രിഫിക്സും സഫിക്സും. എന്താണ് ഈ പ്രിഫിക്സും സഫിക്സും? ആദ്യം പ്രിഫിക്സ് എന്താണെന്ന് നോക്കാം. അവധി ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് വരുന്ന പൊതു അവധി ദിനങ്ങൾ, അതിനെ നമ്മുടെ ഈ അവധി ദിവസങ്ങളോട് കൂട്ടിച്ചേർത്തെടുക്കാം. പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒരു ഉദാഹരണം പറയാം. സെപ്റ്റംബർ 16 മുതൽ ഞാൻ അവധിയിൽ പ്രവേശിക്കാൻ അപേക്ഷ കൊടുത്തു. സെപ്റ്റംബർ 12 മുതൽ 15 വരെ ഓണത്തിൻ്റെ 4 അവധികളുണ്ട്. ഈ 4 അവധികൾ നമുക്ക് പ്രിഫിക്സ് ചെയ്ത് എടുക്കാം. എന്നാൽ ഇത് നമ്മുടെ എലിജിബിൾ ലീവിൽ നിന്നും കുറയുകയുമില്ല. എലിജിബിൾ ലീവ് എന്ന് പറയുമ്പോൾ EL ആവാം, HPL ആവാം. ഇതിൽ നിന്ന് ഈ 4 ലീവ് കുറയില്ല. അപ്പോൾ ഈ 4 ദിവസങ്ങൾ നമുക്ക് പ്രിഫിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി സഫിക്സ് എന്താണെന്ന് നോക്കാം. സഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീവ് കഴിയുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം 1, 2, 3 എത്ര ദിവസമായാലും അത് പൊതു അവധി ദിനങ്ങളാണെങ്കിൽ അതിനെ നമുക്ക് ഈ ലീവിനോട് കൂട്ടിച്ചേർത്തെടുക്കാം. ആ ദിവസങ്ങളും നമ്മുടെ മൊത്തം ലീവിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റിലുള്ള ലീവിൽ നിന്നും കുറയില്ല. ഇതിനെയാണ് സഫിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവധിയിൽ പ്രവേശിച്ചു എന്നിരിക്കട്ടെ. ആ ഉദ്യോഗസ്ഥൻ തിരികെ പ്രവേശിക്കണമെങ്കിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഡോക്ടറുടെ യോഗ്യത എന്തായിരിക്കണം? ഒരു ഗസറ്റഡ് ഓഫീസറാണ് ലീവ് എടുത്ത് തിരിച്ചു കയറുന്നതെങ്കിൽ അദ്ദേഹം അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇനി ഒരു നോൺ ഗസറ്റഡ് ആണെങ്കിൽ ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അഥവാ നമ്മൾ RMP എന്ന് വിളിക്കും, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മതിയാകും.
അല്ലാതെ അയാൾ അസിസ്റ്റന്റ് സർജൻ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ അവധികൾക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പേഴ്സണൽ അവധികൾക്ക് പലതിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്നാൽ ചില പ്രത്യേക അവധികൾ എടുക്കുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതെന്തൊക്കെയാണ്? ഒന്ന്, പ്രത്യേക അവശതാവധി അഥവാ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. ഇതെന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. ഇതിന് കൃത്യമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. മറ്റൊന്ന് ഹോസ്പിറ്റൽ ലീവ്. അതുപോലെ തന്നെ മാറ്റേണിറ്റി ലീവിന് ശേഷം 60 ദിവസത്തിൽ കൂടുതൽ നമ്മൾ അവധിയെടുക്കുകയാണെങ്കിൽ ആ 60 ദിവസം വരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട, 60 ദിവസത്തിൽ കൂടുതൽ എടുക്കുന്ന ഓരോ ദിവസത്തിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെയാണ് മിസ്കാരേജ് ലീവ് അല്ലെങ്കിൽ അബോർഷൻ ലീവ്, ഗർഭഛിദ്രം അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കൽ. ഇതിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ TB, ലെപ്രസി അഥവാ കുഷ്ഠം, ക്യാൻസർ, മാനസിക രോഗം എന്നിവയുടെ ചികിത്സയ്ക്കായുള്ള ലീവിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പിന്നെയുള്ളത് മുൻകൂർ അവധിയാണ്. ഒറ്റത്തവണ 90 ദിവസത്തിൽ കൂടുതലുള്ളതും ആകെ 180 ദിവസത്തേക്കുമുള്ള ലീവ് നോട്ട് ഡ്യൂ അഥവാ മുൻകൂർ അവധി, അതിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതുപോലെ സ്വകാര്യ ആവശ്യങ്ങൾക്കല്ലാത്ത ഹാഫ് പേ ലീവ്, അതിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ജോയിൻ ചെയ്യുമ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് LWA അവൈൽ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് SBയിൽ നമ്മുടെ സർവീസ് ബുക്കിൽ നിർദ്ദിഷ്ടമായ സ്ഥാനത്ത് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സർവീസ് ബുക്കിൽ ഒട്ടിച്ചു വയ്ക്കേണ്ടതുമാണ്. ഇനി ഈ സർവീസ് ബുക്കാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ അനുവദിക്കപ്പെട്ട ഒരു അവധി അത് പൂർത്തിയാകുന്നതിന് മുൻപ് എനിക്ക് ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ഞാൻ മേലധികാരിയുടെ രേഖാമൂലമുള്ള മുൻകൂർ അനുവാദം വാങ്ങിയിരിക്കണം. അങ്ങനെ നേരത്തെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ നൽകുന്ന അപേക്ഷയിൽ മേലധികാരി പെർമിറ്റഡ് എന്നെഴുതി ഒപ്പുവെച്ചാൽ മതി. ലീവ് വിത്തൗട്ട് അലവൻസ് അഥവാ ശൂന്യവേതന അവധിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം 3 തരം ശൂന്യവേതനാവധികളെക്കുറിച്ച് അറിയണം. അതാണ് 12A, 12B, 12C എന്നീ അവധികൾ. ഈ അവധികളെക്കുറിച്ച് പഠിച്ച ശേഷം മറ്റുള്ള നമ്മൾ ആദ്യം പ്രതിപാദിച്ച അവധികളെക്കുറിച്ച് വിശദമായി പഠിക്കാം. ആദ്യം 12A എന്താണെന്ന് നോക്കാം. വിദേശത്തോ സ്വദേശത്തോ മറ്റു ജോലികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് LWA എടുക്കാം. ഉദാഹരണമായി എനിക്ക് സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം കിട്ടുകയാണ്. സിനിമ പ്രതിഫലം ലഭിക്കുന്ന ഒരു ജോലിയാണ്. ആ ജോലി എടുക്കണമെങ്കിൽ എനിക്ക് അവധി എടുത്താലേ പറ്റുള്ളൂ. അതിനുവേണ്ടി എനിക്ക് അവൈൽ ചെയ്യാൻ കഴിയുന്ന അവധിയാണ് 12A. ഇത് സ്വദേശത്തെ ജോലിയുടെ കാര്യം. എന്നാൽ എനിക്ക് ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടി. ഒരു 5 വർഷം എനിക്ക് ഗൾഫിൽ പോയി നിന്ന് ജോലി ചെയ്തിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്നതും ഈ 12A എന്ന് പറയുന്ന ലീവ് തന്നെയാണ്. ഈ ലീവിൻ്റെ കാലയളവിൽ ഇദ്ദേഹത്തിന് ഇൻക്രിമെൻ്റ്, EL അഥവാ ഏൺ ലീവ്, പ്രൊമോഷൻ ഇതൊന്നും ലഭിക്കില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രൊബേഷൻ പൂർത്തീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ലീവ് കഴിഞ്ഞ് റീജോയിൻ ചെയ്യുമ്പോൾ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ രീതിയിൽ തന്നെയായിരിക്കും ഇദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതായത് ഒരു ഫ്രഷ് എംപ്ലോയിയുടെ അവസ്ഥ. ഈ 12A പ്രകാരം എടുത്തിരിക്കുന്ന ആ ലീവിൻ്റെ കാലഘട്ടം HPLന് കണക്കാക്കില്ല. നമ്മുടെ ചില സിനിമാ താരങ്ങൾ, മാധ്യമപ്രവർത്തകർ ഇവരൊക്കെ 12A പ്രകാരം ലീവെടുത്താണ് ആ ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് 12Bയെ പറ്റി ചർച്ച ചെയ്യാം. 12Bയുടെ ഉദ്ദേശ്യം പഠനമാണ്. പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ലീവാണ് 12B പ്രകാരമുള്ള ലീവ്. ഇത് പരമാവധി നൽകുന്നത് 5 വർഷത്തേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊബേഷൻ പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ പഠനാവശ്യത്തിനുള്ള ലീവ് എടുത്ത് പോകുന്നതെങ്കിൽ തിരികെ വന്ന് റീജോയിൻ ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് എംപ്ലോയിയുടെ അവസ്ഥയിൽ തന്നെയായിരിക്കും ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ലീവ് മറ്റൊരു ലീവുമായും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. അപ്പോൾ 5 വർഷം ഞാൻ പഠന ആവശ്യത്തിന് ലീവ് എടുത്തു, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 5 വർഷം എനിക്ക് 12A പ്രകാരം ലീവ് എടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇത് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല. വേറൊരു ലീവുമായും കൂട്ടിച്ചേർത്ത് 12B എടുക്കാൻ കഴിയില്ല. ഇനി 12C എന്താണെന്ന് നോക്കാം. LWA ഫോർ ജോയിനിങ് സ്പൗസ്, അതായത് വിദേശത്തുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായി കൂടിച്ചേരാൻ വേണ്ടി അനുവദിക്കുന്ന ഒരു ലീവ്. ഇത് 3 മാസത്തിൽ കൂടാത്തതാണെങ്കിൽ ELO, HPLO ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ശമ്പളം പോകില്ല. എന്നാൽ 3 മാസത്തിൽ കൂടുതലാണെങ്കിൽ
നമ്മൾ എടുത്തിരുന്ന HPL അല്ലെങ്കിൽ EL ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് LW ആയിട്ട് മാറും. വിദേശത്ത് ചെന്നാൽ നമ്മൾ ചെന്നിരിക്കുന്ന ഉദ്ദേശം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ കാണുന്നതിനാണ്. എന്നാൽ അവിടെ ചെന്നിട്ട് മറ്റു ജോലികളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ലെന്നാണ് നിയമം. അഥവാ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു നല്ല ജോലി തരമായെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ 12A പ്രകാരമുള്ള ലീവ് എടുക്കണം. ഈ 12A 12Cയുമായി കൂട്ടിച്ചേർത്തെടുക്കാം. അതായത് ഞാനൊരു 2 വർഷത്തേക്ക് ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ 2 വർഷം കഴിഞ്ഞ് ബാക്കി കാലയളവിൽ എനിക്ക് 12A എടുക്കാം. 12Aയും 12Cയും കൂട്ടിച്ചേർത്തെടുക്കാമെന്നാണ് ഇതിൻ്റെ അർത്ഥം. സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇത്തരത്തിലുള്ള അവധി എടുക്കാൻ കഴിയുമോ? ഇല്ല. അദ്ദേഹത്തിന് ഈ രീതിയിൽ 12A, 12B, 12C ഈ രീതിയിലുള്ള 3 അവധികളും എടുക്കാൻ കഴിയില്ല. അത് ചട്ടം 59 പറയുന്നുണ്ട്. കാരണം സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥന് സബ്സിസ്റ്റൻസ് അലവൻസ് ഉണ്ട്. അദ്ദേഹത്തിന് LW എടുത്ത് ഈ രീതിയിൽ പഠനത്തിനോ അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലിക്കോ ഒന്നും സാധ്യമല്ല. ഇത്തരത്തിൽ ഏതെങ്കിലും അവധി എടുത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സർക്കാർ നിർബന്ധമായും തിരിച്ചു വിളിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ യാത്രയ്ക്കായി എടുത്ത ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയായി കണക്കാക്കും. യാത്രാബത്ത അഥവാ TA കിട്ടുന്നതിനുള്ള അവകാശവും ഉണ്ടായിരിക്കും. 5 വർഷം അവധിയെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ അവധി തീർന്നിട്ടും ജോലിക്ക് ഹാജരാകുന്നില്ല എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അവധി തീർന്നതിന് ശേഷമുള്ള കാലാവധി എത്രത്തോളം അദ്ദേഹം ജോലിക്ക് ഹാജരാകുന്നില്ലേ ആ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹാഫ് പേ ലീവ് ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്നും കുറയ്ക്കുന്നതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പോലും അത് HPL നിന്നായിരിക്കും കുറയ്ക്കുന്നത്. ഇനി HPL അങ്ങ് തീർന്നു പോയാലോ? ബാക്കിയുള്ള കാലഘട്ടം വീണ്ടും LW ആയിട്ട് കണക്കാക്കും. പരമാവധി അവധി കഴിഞ്ഞിട്ടും അദ്ദേഹം ജോലിക്ക് ഹാജരായില്ലെങ്കിൽ കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് പ്രകാരം നടപടികൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാം. ഇനി പ്രോപ്പറായുള്ള വഴിയിലൂടെ ലീവിന് അപേക്ഷിക്കാതെ ഒരാൾ ജോലിക്ക് ഹാജരാകാതിരുന്നാൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ എലിജിബിൾ ലീവ് ഉണ്ടെങ്കിൽ പോലും അത് LW ആയിട്ട് പരിഗണിക്കാം. ഇത് 5 വർഷം വരെ ഇങ്ങനെ ജോലിയിൽ നിന്നും വിട്ടു നിന്നാൽ KCSCC പ്രകാരം ജോലിയിൽ നിന്ന് നീക്കാൻ കഴിയും. ഇനി എലിജിബിൾ ലീവിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾക്ക് പ്രൊമോഷൻ ഉണ്ടായാൽ എന്ന് മുതൽ ആ പ്രൊമോഷൻ എഫക്റ്റീവ് ആകുമെന്ന് നോക്കാം. ജോലിയിൽ വ്യത്യാസമില്ല എങ്കിൽ, ഉദാഹരണമായിട്ട് LDCയിൽ നിന്നൊരാൾ UDCയിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രൊമോഷൻ ഡേറ്റിൽ തന്നെ സാമ്പത്തിക ആനുകൂല്യത്തിന് അർഹതയുണ്ട്. കാരണം അവിടെ ജോലി വ്യത്യാസമില്ല. LD ക്ലർക്ക് ചെയ്യുന്ന ജോലി തന്നെയാണ് UD ക്ലർക്കും ചെയ്യുന്നത്. എന്നാൽ ജോലിയിൽ വ്യത്യാസമുണ്ടെന്നിരിക്കട്ടെ. ഉദാഹരണമായി UD ക്ലർക്കായിട്ടിരിക്കുന്ന ഒരാൾ ഹെഡ് ക്ലർക്കായിട്ട് പ്രൊമോഷൻ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എന്നാണോ അദ്ദേഹം ലീവ് കഴിഞ്ഞ് റീജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ മാത്രമേ പ്രൊമോഷൻ്റെ സാമ്പത്തിക ആനുകൂല്യത്തിന് അർഹതയുണ്ടാവുകയുള്ളൂ. മനസ്സിലാക്കുക, ഇത് ലീവിൽ നിൽക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പ്രൊമോഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ 12A അല്ലെങ്കിൽ 12C പ്രകാരം അവധിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ആ പീരീഡിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ എത്ര ലീവ് ഉണ്ടെങ്കിൽ പോലും ഏൺ ലീവ് സറണ്ടർ ചെയ്ത് പണമാക്കി മാറ്റാൻ സാധ്യമല്ല. അപ്പോൾ ഇതൊക്കെയാണ് അവധികളെ സംബന്ധിച്ചുള്ള ചില പൊതുവ്യവസ്ഥകൾ. ഇനി വരുന്ന അധ്യായങ്ങളിലൂടെ വിവിധതരം ലീവുകളെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ആ അധ്യായങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്